നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. എല്ലാ മാന്യപ്രേക്ഷകർക്കും വിഷുദിനാശംസകൾ. ആദ്യം പ്രധാന വാർത്തകൾ. ഐശ്വര്യപൂർണമായ ജീവിതത്തിന്റെ പ്രതീക്ഷയുണർത്തി ഒരു വിഷു കൂടി കടന്നുപോയി. കണ്ണനെയും കർണികാരത്തെയും കണികണ്ടുണർന്ന് മലയാളികൾ വിഷു ആഘോഷിച്ചു. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം കൂടി വിലയിരുത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ടി.വി. രാജേഷ് എം.എൽ.എയുടെ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള CD സ്വപ്നങ്ങൾ ചിറകുവിരിക്കുന്നു പ്രകാശനം പിലാത്രയിൽ നടന്നു. മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന കുത്തൂടിന്റെ നിർമ്മാണ വിദ്യ മറവിയിലേക്ക്. പുതുതലമുറയ്ക്ക് ഇതിന്റെ നിർമ്മാണ രീതി അറിയാത്തതും അറിയുന്ന പഴയ തലമുറയിൽപ്പെട്ടവർ ഇല്ലാത്തതുമാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. GD നായരുടെ AKG പുസ്തകത്തിന്റെ പ്രകാശനം ഗാന്ധി പാർക്കിൽ നടന്നു. വാർത്തകൾ വിശദമായി. ഐശ്വര്യപൂർണമായ ജീവിതത്തിന്റെ പ്രതീക്ഷയുണർത്തി ഒരു വിഷു കൂടി കടന്നുപോയി. കണ്ണനെയും കർണികാരത്തെയും കണികണ്ടുണർന്ന് മലയാളി വിഷു ആഘോഷിച്ചു. ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് വിഷുദിനത്തിൽ അനുഭവപ്പെട്ടത്. കേരളത്തിന്റെ കാർഷികോത്സവമാണ് വിഷു. ഒരു വർഷത്തെ സമ്പൽ സമൃദ്ധി കണി കണ്ടുണരുന്ന ദിനം. പൊലിക പൊലിക ദൈവമേ തൻ നെൽപ്പൊലിക എന്നും മറ്റുമുള്ള പുള്ളുവപ്പാട്ടും വിഷുവിൻ്റെ ഐശ്വര്യദായക സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ അടുത്ത ഒരു കൊല്ലക്കാലം നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം. വിഷു എന്നാൽ തുല്യമായത് എന്നർത്ഥം. രാത്രിയും പകലും തുല്യമായ ദിനം. മേടം 1 മേടം വിഷുവും തുലാം 1 തുലാം വിഷുവും ഉണ്ടെങ്കിലും ആഘോഷങ്ങളിൽ പ്രാധാന്യം മേടം 1 തന്നെ. അടിമുടി കാർഷികാധിഷ്ഠിതമായിരുന്ന കേരളീയ ജീവിതത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് ഓരോ വിഷുവും കടന്നുവരുന്നത്. പൊന്നിൻ ചിങ്ങത്തിൽ പുതുവർഷം ആരംഭിക്കുന്ന കൊല്ലവർഷ കലണ്ടർ നിലവിലിരിക്കെ തന്നെ മേടമാസം 1 വിഷുദിനമാണ് പുതുവത്സര ദിനമെന്ന് വിശ്വസിക്കുന്നവരാണ് മലയാളികൾ, പ്രത്യേകിച്ചും മലബാറുകാർ. കാർഷിക സമൃദ്ധിയുടെയും സമ്പൽ സമൃദ്ധിയുടെയും വിശ്വാസ സമൃദ്ധിയുടെയും ആവിഷ്കാരം കൂടിയാണ് മലയാളികൾക്ക് വിഷു. മേടസംക്രമം മുതൽ ആരംഭിക്കുന്ന വിഷു ക്ഷേത്രദർശനത്തോടെയും രാവിനെ ബഹുവർണ്ണങ്ങളിൽ കുളിപ്പിച്ചും ശബ്ദമുഖരിതമാക്കിയുള്ള പടക്കം പൊട്ടിക്കലിൻ്റെയും തുടർന്ന് കണിമുഹൂർത്തത്തിൽ നമ്മൾ കണ്ണനെയും കാർഷിക സമൃദ്ധിയെയും കണികാണലിലൂടെയും കാരണവന്മാരിൽ നിന്നും കൈനീട്ടം വാങ്ങലിലൂടെയും ഇളമുറക്കാർക്ക് കൈനീട്ടം നൽകുന്നതിലൂടെയും പൂർത്തിയാകുന്നു. കേരളത്തിൽ മാത്രമല്ല, അയൽ സംസ്ഥാനങ്ങളിലും അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലും ഇപ്പോൾ വിഷു ആഘോഷമായി മാറിയിരിക്കുന്നു. എങ്കിലും മലയാളികൾക്ക് ഗൃഹാതുരമായ ഒരു ഓർമ്മ തന്നെയാണ് ഇന്നും ഈ വിഷുക്കാലം. നെറ്റ്വർക്ക് ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വിഷുദിനാശംസകൾ. നോൺ വെജ് ഇല്ലാതെ എന്ത് ആഹാരമാണ് നമുക്കുള്ളത്? വിഷുസദ്യയിലെ പ്രിയപ്പെട്ട ഇനങ്ങളാണ് ഇറച്ചിയും മത്സ്യവും. വില എത്രയായാലും ആരും അതൊന്നും വകവെക്കാറില്ല. സദ്യ കെങ്കേമം തന്നെ. മലയാളിക്ക് ഇത്തവണ വിഷുസദ്യക്ക് ചിലവേറി. വടക്കൻ കേരളത്തിലെ വിഷുസദ്യക്ക് നോൺ വിഭവങ്ങൾ പ്രധാനമാണെന്നിരിക്കെ മത്സ്യത്തിനും മാംസ്യത്തിനും തീവിലയാണ്. അതുകൊണ്ട് തന്നെ മത്സ്യ മാർക്കറ്റുകളിൽ നല്ല തിരക്കുണ്ടെങ്കിലും നല്ല മീനുകൾ വാങ്ങാൻ കഴിയാത്ത അവസ്ഥയിലുമാണ്. ഒരാഴ്ച മുമ്പ് വരെ 550 രൂപയുണ്ടായിരുന്ന അയക്കൂറക്ക് 600 രൂപ വരെ എത്തി. ആഗോലി ചെറുതിന് 300 രൂപയും കൂന്തലിന് 260 രൂപയും ഞണ്ടിന് 260 രൂപയുമാണ്. ചെറിയ മീനുകൾ കിട്ടാനേ ഇല്ലാത്ത അവസ്ഥയിലുമാണ്.
മത്സ്യം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും വിഷുസദ്യയിലെ പ്രധാന ഐറ്റമായ കോഴിയിറച്ചിക്കും തീവിലയാണ്. ദിവസങ്ങളിൽ മീൻ അത്യാവശ്യം തന്നെയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ മത്സ്യം കഴിക്കുന്നവരും മത്സ്യം കഴിക്കുന്നവരും കോഴിയിനം വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് മത്സ്യം കൂടി വാങ്ങിയിട്ട് പോകാറുണ്ട്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ചിലവ് ഇന്ന് കൂടുതലുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ മാർക്കറ്റ് വിലയും ഈ ഉപയോഗം കൂടുതലത് കൊണ്ട് മറ്റ് ഹാർബറിലും അയക്കുറത്ത് ഈ ഒരാഴ്ച കുറച്ച് വർധനമുണ്ടാവും. കിലോക്ക് 190 രൂപ വരെ എത്തി. എന്തായാലും വില കൂടിയാലും വിഷു അടിപൊളിയാക്കാൻ വില നോക്കാറില്ലെന്നാണ് പലരുടെയും അഭിപ്രായം. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. വിഷു ആഘോഷത്തിനിടയിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിച്ച് രാഷ്ട്രീയ പാർട്ടികൾ. ഇനി പോളിംഗ് 2016. തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം കൂടി വിലയിരുത്തുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. തൃക്കരിപ്പൂരിൽ UDF തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. UDF സർക്കാരിന്റെ നേട്ടങ്ങളും നന്മകളും മാത്രമല്ല പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം കൂടി വിലയിരുത്തുന്നതാകും നിയമസഭാ തെരഞ്ഞെടുപ്പെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. തൃക്കരിപ്പൂർ ടൗണിൽ UDF പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃക്കരിപ്പൂർ മണ്ഡലം UDFന് തിരിച്ചു പിടിക്കണം. ഒരു വികസനവും MLA-യുടെ നേതൃത്വത്തിൽ നടക്കാത്തൊരു മണ്ഡലമാണ് തൃക്കരിപ്പൂര്. ഞാൻ തൃക്കരിപ്പൂരിൽ കമർദിനറിയാം ഒരു ട്രഷറി, അതിനുവേണ്ടി മാണി സാറിനോട് പറഞ്ഞു ബഡ്ജറ്റില്ല ട്രഷറി ഉൾപ്പെടുത്തി. മാണി സാറ് പ്രസംഗത്തിൽ പറഞ്ഞു ബഡ്ജറ്റ് ഉൾപ്പെടുത്തി. ആ ട്രഷറി ആരംഭിക്കാൻ താൽക്കാലികമായി ഒരു സംവിധാനം ഏർപ്പെടുത്തി കൊടുക്കാൻ കഴിയാത്ത ആളുകളാണ് ഇവിടെ ജനപ്രതിനിധികളായിരുന്നത് ഓർക്കണം. തൃക്കരിപ്പൂരിലെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു. ഞാനിവിടെ വന്നപ്പോൾ നിരവധിയായ തവണ എന്നോട് പറഞ്ഞൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ മുൻകൈ എടുത്തത്. നമ്മൾ ആലോചിക്കണം, കാസർഗോഡിന്റെ വികസനം എന്നും UDFന്റെ കൈകളിലായിരുന്നു. കെ കരുണാകരൻ മുഖ്യമന്ത്രിയായപ്പോഴാണ് ഈ ജില്ലയുണ്ടായത്. കഴിഞ്ഞ 5 വർഷത്തെ UDF സർക്കാരിന്റെ ഭരണം കേരളത്തിന് സമ്മാനിച്ചത് എല്ലാ തലങ്ങളിലുമുള്ള വൻ പുരോഗതിയാണ്. അതേസമയം അനാവശ്യ വിവാദങ്ങൾ മാത്രം ഉയർത്തി സംസ്ഥാനത്തെ പിന്നോട്ടടിപ്പിക്കാൻ ശ്രമിച്ച ദുർബലമായ പ്രതിപക്ഷത്തെയാണ് കണ്ടത്. 5 വർഷവും പ്രതിപക്ഷ നേതാവിനെ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ശ്രമിച്ച പ്രതിപക്ഷത്തെയല്ലാതെ ക്രിയാത്മകമായ പ്രവർത്തനം ഇവരിൽ നിന്നും കാണാനായില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. സ്ഥാനാർത്ഥി KP കുഞ്ഞിക്കണ്ണനും യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. UDF നിയോജക മണ്ഡലം ചെയർമാൻ VKP ഹമീദ് അലി അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് CK ശ്രീധരൻ, ജനതാദൾ U സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് P കോരൻ, KPCC സെക്രട്ടറി K നീലകണ്ഠൻ, നിർവാഹക സമിതി അംഗം K വെളുത്തമ്പു, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KM ഷംസുദ്ദീൻ തുടങ്ങി പ്രാദേശിക നേതാക്കളടക്കം നിരവധി പേർ യോഗത്തിൽ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. MLA എന്ന നിലയിൽ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഇക്കുറി ചരിത്ര വിജയം നേടിത്തരുമെന്ന് TV രാജേഷ്. കല്യാശ്ശേരി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പ്രചരണം 2 വട്ടം പൂർത്തിയാക്കി. കഴിഞ്ഞ 5 വർഷക്കാലം മണ്ഡലങ്ങളിൽ നടപ്പാക്കിയ പദ്ധതികളെ എടുത്തുകാട്ടിയാണ് TV രാജേഷ് MLA ജനവിധി തേടുന്നത്. മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും വികസനം എത്തിക്കാൻ സാധിച്ചു. വികസന കാര്യത്തിൽ രാഷ്ട്രീയം നോക്കാതെയാണ് പ്രവർത്തിച്ചത്. റോഡ്, കുടിവെള്ളം, വിദ്യാഭ്യാസം, കൃഷി, ആരോഗ്യം തുടങ്ങിയ എല്ലാ മേഖലയിലും സമഗ്ര വികസനം കാഴ്ചവെച്ചു. MLA എന്ന നിലയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിച്ചു എന്നാണ് വിശ്വാസം. ഇത് തന്നെയാണ് പ്രവർത്തനത്തിൽ എടുത്തു പറയുന്നതെന്നും TV രാജേഷ് MLA പറയുന്നു. മണ്ഡലത്തിന്റെ വികസന സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ വേണ്ടി കാര്യമായ പരിശ്രമം നടത്തിയിട്ടുണ്ട്. കാലമായി നടത്തുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ സർഗാത്മകമായി ഭാവനാപൂർണമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ വളരെ ആവേശകരമായ പ്രതികരണമാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന, വീണ്ടും ജനവിധി നേടുന്ന ചെറുകുന്ന്, കണ്ണപുരം, മാടായി, മാട്ടൂൽ, ഏഴോം, ചെറുതാഴം പ്രദേശങ്ങളിലെല്ലാം TV രാജേഷ് MLA 2 വട്ടം പര്യടനം പൂർത്തിയാക്കി. BJP സ്ഥാനാർത്ഥി അരുൺകുമാർ, UDF സ്ഥാനാർത്ഥി അമൃത രാമകൃഷ്ണൻ എന്നിവരും പ്രചരണ രംഗത്ത് സജീവമാണ്. ശക്തമായ മത്സരത്തിനാണ് കല്യാശ്ശേരി മണ്ഡലത്തിൽ അരങ്ങൊരുങ്ങുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കല്യാശ്ശേരി മണ്ഡലത്തിൽ BJP ചരിത്രം തിരുത്തുമെന്ന് NDA സ്ഥാനാർത്ഥി അരുൺ മാസ്റ്റർ. കേന്ദ്ര ഗവൺമെന്റിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ വിജയസാധ്യത വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് അഭിപ്രായപ്പെട്ടു. കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിൽ ഇത്തവണ ജനങ്ങൾ BJPക്ക് അനുകൂലമായി ചിന്തിക്കുന്നു എന്ന് ഈ പ്രചരണത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച സമയം നിന്നിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്.
വളരെ നല്ല രീതിയിലുള്ള പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഓരോ പഞ്ചായത്തുകളിലായിട്ട് പ്രധാനപ്പെട്ട കീ വോട്ടേഴ്സിനെ കാണുക, ചില ടൗണുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. ആ സമയത്ത് പല ആൾക്കാരെയും കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പൊതുജനങ്ങളോട് അഭിപ്രായങ്ങൾ അറിയാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. ആ സമയത്ത് വളരെ നല്ല രീതിയിലുള്ള പ്രതികരണമാണ് കിട്ടുന്നത്. ഇടതുകോട്ടയായ കല്യാശ്ശേരിയിൽ NDA സ്ഥാനാർത്ഥിക്ക് മികച്ച വിജയം ലഭിക്കുമെന്ന NDA സ്ഥാനാർത്ഥി അരുൺ മാസ്റ്റർ. വളരെ നല്ല രീതിയിലുള്ള പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. കേരളത്തിലുടനീളം NDA സ്ഥാനാർത്ഥികൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കല്യാശ്ശേരി മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ അരുൺ മാസ്റ്റർ വോട്ടർമാരെ നേരിൽ കണ്ട വോട്ടഭ്യർത്ഥന നടത്തി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. TV രാജേഷിന്റെ മൂന്നാം ഘട്ട പ്രചരണ പരിപാടികൾക്ക് തുടക്കമായി. പിലാത്രയിൽ നിന്നാണ് മൂന്നാം ഘട്ടം ആരംഭിച്ചത്. ബുധനാഴ്ച വൈകിട്ട് പിലാത്ര ടൗണിൽ നിന്നാണ് TV രാജേഷ് തന്റെ മൂന്നാം ഘട്ട പ്രചരണത്തിന് തുടക്കം കുറിച്ചത്. CD-യുടെ പ്രകാശനത്തിനായി ടൗണിലെത്തിയ സ്ഥാനാർത്ഥിയുടെ ചുറ്റും കൂടി നിന്ന് ജനങ്ങൾ ഏറെ നേരം സംസാരിച്ചു. തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ വിഷു ആഘോഷങ്ങളെക്കുറിച്ചും സ്ഥാനാർത്ഥി ജനങ്ങളുമായി സംസാരിച്ചു. തുടർന്ന് നേതാക്കൾ കൂടിയെത്തിയതോടെ പിലാത്രയിൽ സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ ആയി മാറി. കച്ചവട സ്ഥാപനങ്ങളിലും ബസ് സ്റ്റാൻഡിലും ആളുകളെ കണ്ട് നേരിട്ട് വോട്ട് അഭ്യർത്ഥിച്ചു. ഡോക്യുമെൻ്ററി പ്രദർശന സ്ഥലത്തും വലിയ ആൾക്കൂട്ടമായിരുന്നു. 7 റോഡ് ടൗണിലും TV രാജേഷ് റോഡ് ഷോ നടത്തി. ഓട്ടോ തൊഴിലാളികൾ, ചുമട്ട് തൊഴിലാളികൾ, കച്ചവടക്കാർ, വഴിയാത്രക്കാർ, വാഹനയാത്രക്കാർ തുടങ്ങിയവരെ കണ്ട് നേരിട്ട് വോട്ട് അഭ്യർത്ഥനയും നടത്തി. വലിയ തോതിലുള്ള ബഹുജന അഭിപ്രായം അനുകൂലമായി കൊണ്ടിരിക്കുകയാണ്. കല്യാശ്ശേരി നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിപക്ഷ MLA എന്ന പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ 5 വർഷക്കാലം ഈ മണ്ഡലത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി 300 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക്, വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ വേണ്ടി ഈ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ വളരെ ആവേശകരമായ പ്രതികരണമാണ് ഉളവാകുന്നത്. പട്ടുവം കാവുങ്കൽ പ്രദേശത്തും പര്യടനം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഇലക്ഷൻ ഓർമ്മകൾ. കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം കണ്ണൂരിൽ നടക്കുമ്പോൾ അവിടെ പോയി മുദ്രാവാക്യം വിളിച്ചും പാട്ടുപാടിയും ജനങ്ങളെ കയ്യിലെടുത്ത അനുഭവമാണ് മാത്തിലിലെ കളമ്പാട്ടെഴുത്തുകാരൻ KV നാരായണന് ഓർത്തെടുക്കാനുള്ളത്. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ജനപക്ഷത്ത് നിന്ന് ആക്ഷേപഗാനങ്ങൾ എഴുതുകയാണ് ഈ 80കാരൻ. ആയിരത്തി 1957 ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് കണ്ണൂരിൽ കൊട്ടിക്കലാശം നടക്കുന്നു. അന്നത്തെ പെരിങ്ങോം വൈക്കര പ്രസിഡന്റായിരുന്ന U കുഞ്ഞപ്പേട്ടൻ്റെ കൂടെയാണ് KV നാരായണൻ കണ്ണൂരിലെത്തിയത്. മഹാപ്രകടനം കണ്ട് നാരായണൻ ആവേശഭരിതനായി. നൊടിയിടയിൽ നാവിൽ വന്ന മുദ്രാവാക്യം നാരായണൻ ഇടിമുഴക്കം പോലെ വിളിച്ചു. കണ്ണൂരൊന്നിൽ കണ്ണിനടിക്കും, കണ്ണൂർ 2-ൽ KP അടിക്കും, 1ഉം 2ഉം കൂട്ടിയിടിക്കും, ഐക്യ കേരളം ഞങ്ങൾ ഭരിക്കും, ആര് തടുക്കും കാണട്ടെ. ഇത് കേട്ടപാടെ പ്രകടനക്കാർ ആവേശത്തോടെ ഏറ്റുചൊല്ലി. ഉടനെ ഒരു കൈവണ്ടിയെത്തി. നാരായണനെ അതിലിരുത്തി മൈക്കും കൊടുത്തു. പുതിയ മുദ്രാവാക്യങ്ങളും ആക്ഷേപ കവിതകളും നാരായണനിൽ നിന്ന് ഉയർന്നുകൊണ്ടേയിരുന്നു. അന്ന് നാരായണന് വയസ്സ് 16. പ്രകടനത്തിന് ശേഷം അന്നത്തെ പാർട്ടി നേതാവായിരുന്ന അഡ്വക്കേറ്റ് PM ഗോപാലൻ നാരായണനെ തോളത്ത് പിടിച്ച് അന്ന് കണ്ണൂരിലെ വലിയ ഹോട്ടലായിരുന്ന ഹമീദിയ ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ബിരിയാണിയും മേടിച്ചു കൊടുത്തു. നാരായണൻ ജീവിതത്തിലാദ്യമായി ബിരിയാണി കഴിക്കുന്നതും അന്നായിരുന്നു. പിന്നീട് നടന്ന എല്ലാ പൊതു തെരഞ്ഞെടുപ്പുകളിലും നാരായണൻ സ്വന്തം കവിത, നാടകം, പൂരക്കളിപ്പാട്ട്, കളമ്പാട്ട് ഇവയൊക്കെ ആക്ഷേപഹാസ്യ രൂപത്തിൽ അവതരിപ്പിക്കാറുണ്ട്. കൊട്ടിക്കലാശത്തിലെ ആ പ്രകടനത്തിൽ ഞാൻ പങ്കെടുത്തപ്പോൾ എനിക്ക് തോന്നിയ മുദ്രാവാക്യം ഇടിമുഴക്കം പോലെ ഞാൻ വിളിച്ചു. കണ്ണൂർ 1-ൽ കണ്ണനടിക്കും, കണ്ണൂർ 2-ൽ KP അടിക്കും, 1ഉം 2ഉം കൂട്ടിയടിക്കും, ഐക്യ കേരളം ഞങ്ങൾ ഭരിക്കും. കേരളീയൻ്റെ ഒരു കവിതയും കൂടി ഞാൻ പാടി. എല്ലാ കൊല്ലവും കൊത്തി പുനം നമ്മൾ ഇക്കൊല്ലവും പുനം കൊത്തിയല്ലോ, ഇക്കൊല്ലം പുനം കൊയ്യലിൽ നിന്നൊരു വിപ്ലവ ജീവിതം നെയ്തെടുത്തു, വിപ്ലവ ജീവിതം നെയ്തെടുക്കും. ഈ പാട്ടും ഈ മുദ്രാവാക്യം കേട്ടപ്പോൾ ജാതിയിലുള്ളവർ എന്നെ വന്ന് പൊതുകയും ഒരു കൈവണ്ടിയാക്കി ആ വണ്ടിയിൽ എന്നെ ഇരുത്തുകയും മൈക്ക് കൊണ്ടുവന്ന് അതിൻ്റെ തണ്ട് എൻ്റെ തരികയും അങ്ങനെ ആ ജാഥയുടെ സമാപനം കഴിഞ്ഞപ്പോൾ അഡ്വക്കേറ്റ് PM ഗോപാലൻ ബോംബെ ഹമീദിയ ഹോട്ടലിൽ കൂട്ടിക്കൊണ്ടുപോയി എനിക്ക് വിഭവസമൃദ്ധമായി ആദ്യമായി ഒരു ബിരിയാണി കഴിച്ച ഒരു ഓർമ്മ ഇന്ന് നിലനിൽക്കുകയാണ്. ഇപ്രാവശ്യവും ഈ പതിവ് തെറ്റിച്ചിട്ടില്ല. പുതിയ കാലത്തെ ഭരണാധികാരികൾ സബ്സിഡി ബാങ്ക് വഴിയാക്കിയതിനെ പരിഹസിച്ചാണ് ഇത്തവണത്തെ ഗാനം. കുഞ്ഞോനും വല്യമ്മ ട്രഷറി ചെന്നു, തലയുത്തിൽ വന്നു പരവശയായി, കുഞ്ഞോനെ മസാല ദോശ ഒന്ന് കഴിച്ചു,
ഓട്ടോറിക്ഷ 40 രൂപ, മസാല ദോശ 18 രൂപ, സബ്സിഡി കിട്ടിയത് 17 രൂപ. വല്യമ്മ തലയിൽ കൈവച്ച് ഭ്രാവി, ചാണ്ടേ ചാണ്ടേ തൊങ്ങൻ ചാണ്ടേ, നിന്റെ അണ്ണാക്ക് പുണ്ണാക്ക് നിറയട്ടെ ചാണ്ടേ, ഓഹോ ഓഹോ ഓഹോ. ടി വി രാജേഷ് MLA-യുടെ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള CD സ്വപ്നങ്ങൾ ചിറകുവിരിക്കുന്നു പ്രകാശനം ചെയ്തു. പിലാത്രയിൽ നടന്ന ചടങ്ങിൽ ഇബ്രാഹിം വെങ്കരയിൽ നിന്നും ചലച്ചിത്ര താരം സുബീഷ് തുതി ഏറ്റുവാങ്ങി. സ്വന്തം പുത്രനായി സ്വന്തം സഹോദരനായി അവർ ഗ്രഹിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൊതുവെ ഒരു അഭിപ്രായം എനിക്കുണ്ട്. ഏറ്റവും തിളക്കമുള്ള ആഭരണം എന്ന് പറയുന്നത് വിനയമാണ്. ഇതിലെ തിളക്കം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മാറ്റ്, ആക്കാൻ പറ്റാത്ത മാറ്റാണ് വിനയം എന്ന് പറയുന്നത്. സിനിമാ താരം സുബീഷ് തുതി CD ഏറ്റുവാങ്ങി. PP ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. കല്യാശ്ശേരി മണ്ഡലത്തിൽ ടി വി രാജേഷിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ കാർഷികം, വിദ്യാഭ്യാസം, സാംസ്കാരികം, ടൂറിസം, റോഡുകൾ, പാലങ്ങൾ, വിവിധ പദ്ധതികൾ എന്നിവയുടെ അവതരണമാണ് ഡോക്യുമെന്ററി. എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും ലോക്കൽ ബൂത്തുകളിലും CD പ്രദർശിപ്പിക്കും. പത്മനാഭൻ കാവുമ്പായിയാണ് രചന. നിറം രാജേഷ്, രാജേഷ് താവം എന്നിവരാണ് ക്യാമറ. ചടങ്ങിൽ ഡോക്യുമെന്ററി സംവിധായകൻ ലിയോൺ കെ തോമസ്, CM വേണുഗോപാലൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രദർശനവും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഒളവറ രാവണങ്കൈ കോളനിയിൽ ലോഡ് കണക്കിന് ഭക്ഷണമാലിന്യം തള്ളി. പ്രദേശമാകെ വമിച്ച ദുർഗന്ധത്തിന്റെ കാരണം അന്വേഷിച്ചിറങ്ങിയവരാണ് ബിരിയാണി വേസ്റ്റും പ്ലാസ്റ്റിക് പ്ലേറ്റുകളും ഗ്ലാസും അടങ്ങിയ ബാഗുകൾ കണ്ടെത്തിയത്. രാത്രിയുടെ മറവിൽ ലോഡ് കണക്കിന് മാലിന്യങ്ങളാണ് നിരവധി വീടുകൾ സ്ഥിതി ചെയ്യുന്ന കോളനി പരിസരത്ത് നിക്ഷേപിച്ചിരിക്കുന്നത്. പ്രദേശത്താകെ ദുർഗന്ധം കാരണം വിഷു ആഘോഷത്തിന് മങ്ങലേറ്റിരിക്കുകയാണ്. വേസ്റ്റ് തള്ളിയവരെക്കുറിച്ച് വല്ല വിവരവും ലഭിക്കാനായി വേസ്റ്റ് ചികഞ്ഞു നോക്കുകയാണ് ക്ഷുഭിതരായ പ്രദേശവാസികൾ. ഇതുപോലത്തെ ഒരു വേസ്റ്റുകളാ, ഇതുപോലെ എല്ലാവരും ചെയ്യുന്ന പോലെ അല്ല നമ്മുടെ ജീവിതം. ഇതുവരെ നോക്കുക ഓരോ കാര്യങ്ങളും നോക്കുക. ഈ വേസ്റ്റ് എന്തിനാ ഇവിടെ കൊണ്ടിരുന്നത്? പാവങ്ങളെ പെട്ട ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ്. ഇത് വേണം തട്ടിത്തരതാ. നോക്കുക ഈ കാര്യങ്ങൾ നോക്ക്. ജനങ്ങള് ബുദ്ധിമുട്ടുന്നത് മാത്രമല്ല ഈ കാര്യങ്ങൾ നോക്കി. ചന്ദേര പോലീസിൽ വിവരമറിയിച്ചതായും ഇത്തരം സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം ചെയ്തവരെ കണ്ടെത്താനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും നാട്ടുകാർ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. GD നായരുടെ AKG പുസ്തകത്തിന്റെ പ്രകാശനം ഗാന്ധി പാർക്കിൽ നടന്നു. ചലച്ചിത്ര താരം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പ്രകാശനം നിർവഹിച്ചു. ഞാനുമായിട്ട് എൻ്റെ കുടുംബമായിട്ട് കുറച്ചധികം ബന്ധമുണ്ട്. അതാണ് ഈ വാക്യം. ചടങ്ങിൽ പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ പുസ്തകം ഏറ്റുവാങ്ങി. അഡ്വക്കേറ്റ് P. സന്തോഷ് അധ്യക്ഷനായി. വൈസ് ചെയർപേഴ്സൺ KP ജ്യോതി, കൗൺസിലർ K. ശ്രീജ എന്നിവർ സംസാരിച്ചു. നമ്മുടെ നാട്ടിൽ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന കുത്തൂടിന്റെ നിർമ്മാണ വിദ്യ മറവിയിലേക്ക്. പുതുതലമുറയ്ക്ക് ഇതിന്റെ നിർമ്മാണ രീതി അറിയാത്തതും അറിയുന്ന പഴയ തലമുറയിൽപ്പെട്ടവർ ഇല്ലാത്തതുമാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. പണ്ടുകാലത്ത് നമ്മുടെ നാട്ടിൽ മീൻ പിടിക്കാൻ സുലഭമായി ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമായിരുന്നു കുത്തൂട്. ഇന്നും നമ്മുടെ നാട്ടിൽ ഇതിന് ആവശ്യക്കാരേറെയുണ്ട്. പക്ഷേ ഇത് നിർമ്മിക്കാൻ അറിയാവുന്നവരുടെ അഭാവമാണ് കുത്തൂടിനെ കിട്ടാക്കനിയാക്കുന്നത്. ഇതിന്റെ നിർമ്മാണം ഇന്ന് ഏതാണ്ട് കാലഹരണപ്പെട്ട നിലയിലാണ്. തൃക്കരിപ്പൂർ ചെറുകാനത്തെ തീക്കിടിക്കോട്ടൻ എന്ന 70-കാരൻ ഇന്നും കുത്തൂടിന്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. തൻ്റെ 15ാമത്തെ വയസ്സിൽ കാലിമേയ്ക്കാൻ പോകുമ്പോഴായിരുന്നു കയക്കാരൻ കുഞ്ഞമ്പു എന്നയാൾ കൊട്ടനെ ഈ ഉപകരണം ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്. കോലും കമ്പിയും ചൂടിയും കൊണ്ടാണ് ഇതുണ്ടാക്കുന്നത്. 2 ദിവസത്തെ പൂർണ്ണമായ അധ്വാനം വേണ്ടിവരും ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ. ഇന്ന് വീടുകളിൽ നിന്ന് ഇതിൻ്റെ നിർമ്മാണം ഏതാണ്ട് നിലച്ച മട്ടാണ്. ഞാൻ മീൻ പിടിക്കലുണ്ട്. ഒരു 15 വയസ്സായാലും ഇത്
ഞാൻ ശരിക്കും മീൻ പിടിക്കാൻ തുടങ്ങി കുത്തൂടാക്കിയിട്ട്. അയാൾ പറഞ്ഞു നീ പഠിച്ചു പറഞ്ഞിട്ട് അങ്ങനെ അയാൾ പഠിപ്പിച്ചു തന്നു. ഞാനത് ചെയ്തു. ഇതുവരെയും ഞാൻ അതിനെ കൊണ്ട് മീൻ പിടിക്കുന്നുണ്ട് കെട്ടിയിട്ട്. ആവശ്യക്കാർക്ക് ഇത് കെട്ടിക്കൊടുക്കും പറഞ്ഞാൽ. തനിക്കു ശേഷം പ്രദേശത്തു നിന്ന് ഈ ഉപകരണം പാടെ തുടച്ചു മാറ്റപ്പെടുമെന്ന ആശങ്കയിലാണ് കൊട്ടൻ. കാലം കടന്നു പോകുമ്പോൾ കുത്തൂടിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഇൻ്റർനെറ്റിൽ പരിശോധിക്കേണ്ട അവസ്ഥയാകും. അതുകൊണ്ട് തന്നെ കരകൗശല വകുപ്പിൻ്റെ ശ്രദ്ധ ഈ മേഖലയിലേക്ക് പതിയണമെന്നാണ് കൊട്ടൻ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. മാതമംഗലം ആശ്രയ സ്വാശ്രയ സംഘം അംഗങ്ങൾക്ക് ഹരിത പച്ചക്കറിയുടെ നേതൃത്വത്തിൽ സൗജന്യ വിഷുക്കിറ്റ് വിതരണം ചെയ്തു. കുടുംബത്തിൽ ചേർന്ന ഒരു പ്രതീതിയാണ് എനിക്കുണ്ടാകും. അത്രമാത്രം സ്നേഹം ആദരവ് നമ്മൾക്ക് നൽകുന്നുണ്ട്. അതുപോലെ പൊതുജനങ്ങളിൽ നിന്ന് ഭാവിയിലും ധാരാളം സഹായ സഹകരണങ്ങൾ ലഭിക്കുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ ഈ കിറ്റ് വിതരണ ഉദ്ഘാടനം ഇപ്പോഴാണ് സമർപ്പിച്ചത്. മാതമംഗലം ബസാറിൽ നടന്ന ചടങ്ങ് എം പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. ആശ്രയ സ്വയം സഹായ സംഘം അംഗങ്ങൾക്കുള്ള കിറ്റ് വിതരണം സിസ്റ്റർ നാൻസി നിർവഹിച്ചു. ഹരിത രമേശൻ അധ്യക്ഷത വഹിച്ചു. ശോഭന, വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. തൃക്കരിപ്പൂർ മുനവർ എഡ്യൂക്കേഷണൽ കോംപ്ലക്സ് ശിലാസ്ഥാപനം കോഴിക്കോട് ഖാസി സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമുലൈലി നിർവഹിച്ചു. തൃക്കരിപ്പൂരിൽ പണിയുന്ന മുനവർ എഡ്യൂക്കേഷണൽ കോംപ്ലക്സിന്റെ ശിലാസ്ഥാപന കർമ്മം കൂട്ടപ്രാർത്ഥനയോടെ കോഴിക്കോട് ഖാസി സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമുലൈലി നിർവഹിച്ചു. ശിലാന്യാസത്തിനു ശേഷം കോംപ്ലക്സിന്റെ ശിലാഫലകാനാച്ഛാദനവും കോഴിക്കോട് ഖാസി നിർവഹിച്ചു. തുടർന്ന് നടന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ ഇത്തരം സ്ഥാപനങ്ങൾ സർക്കാർ നിരീക്ഷണത്തിലാണെന്നും സർക്കാർ നിഷ്കർഷിക്കുന്ന നിബന്ധന പാലിച്ചേ നിർമ്മാണ പ്രവർത്തികൾ നടത്താവൂവെന്നും ഖാസി പറഞ്ഞു. നൂറുകണക്കിന് വിദ്യാർത്ഥികളുള്ള പള്ളി ദർസുകളായിരുന്നു നമ്മുടെ വീരിശ്ശേരി പള്ളിയിലും തൊട്ട അടുത്ത പ്രദേശങ്ങളുമൊക്കെ. ഇന്നിവിടെയും ഒരുപാട് മുതാലിമീങ്ങൾ ഇന്ദിരായ മാനസ്ഥാനിൻ്റെ കീഴിൽ പഠിച്ച് ഒരുപാട് ബിരുദധാരികൾ നമ്മുടെ ഈ മദ്രസയിൽ നിന്നും സമൂഹത്തിൻ്റെ മുന്നിൽ സേവന രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഇന്ന് അന്നത്തെ സ്ഥിതി പ്രകാരമല്ല ഇന്നത്തെ നമ്മുടെ അവസ്ഥകളൊക്കെ ഉള്ളത്. പ്രത്യേകിച്ച് JJ ആക്ട് എന്ന പുതിയ ഒരു ആക്ട് പ്രകാരം ഇതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെ തന്നെ നിരീക്ഷണ വിധേയമായിക്കൊണ്ടിരിക്കും. സമസ്ത കേന്ദ്ര മുഷവറ അംഗം മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ അനുഗ്രഹ ഭാഷണം നടത്തി. AGC ബഷീർ, സയ്യിദ് അലിവി തങ്ങൾ, MTP അബ്ദുൽ കരീം, MTP സിറാജ്, MTP ഷാഹുൽ ഹമീദ്, TP അബ്ദുള്ള ഹാജി, PPP റഹീം ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ഗൾഫ് കമ്പനിയുടെ വക ഫണ്ട് മാണിയൂർ അഹമ്മദ് മുസ്ലിയാർക്ക് കൈമാറി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കാളയും കലപ്പയും കൊണ്ട് നിലമുഴുത് പവിത്രൻ ജീവിക്കാൻ തുടങ്ങിയിട്ട് അരനൂറ്റാണ്ട് കാലമാകുന്നു. യന്ത്രങ്ങൾ പാടം കൈയടക്കിയിട്ടും ഇന്നും പവിത്രന് തിരക്കൊഴിയുന്നില്ല. കാർഷികോത്സവമായ വിഷുക്കാലം ഇത്തരം കാഴ്ചകളാണ് നമ്മുടെ അസ്തിത്വത്തെ വീണ്ടെടുക്കുന്നത്. അരനൂറ്റാണ്ട് മുൻപ് തൻ്റെ 8 സെന്റ് ഭൂമി വിറ്റ് 2 കാളകളെയും കലപ്പയെയും വാങ്ങി പാടത്തേക്കിറങ്ങിയതാണ് AV പവിത്രൻ. പിന്നീട് പവിത്രന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. യന്ത്രങ്ങൾ പാടങ്ങൾ കൈയടക്കിയിട്ടും ഇന്നും പവിത്രന് തിരക്കൊഴിയുന്നില്ല. അന്നുണ്ടായിരുന്ന 8 സെന്റ് ഭൂമി വിറ്റ് പാടത്തേക്ക് മാത്രമല്ല ഭാവിയിലേക്കും കൂടിയാണ് ഇദ്ദേഹം ഇറങ്ങിത്തിരിച്ചത്. മോശം വന്നില്ല. ഇന്നും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പാടങ്ങളിൽ പവിത്രനെ കാണാം, കാളകളെയും കലപ്പയെയും കൊണ്ട്. യന്ത്രങ്ങൾ ഉപയോഗിച്ച് നിലമുഴുതുമ്പോൾ ഭൂമി ശരിക്കും ഇളകുന്നില്ലെന്നാണ് പഴമക്കാരും പവിത്രനും പറയുന്നത്. മാത്രമല്ല നെല്ലിൻ്റെ വേര് ആഴ്ന്നിറങ്ങുകയുമില്ല. ഇതൊക്കെ കലപ്പ ഉപയോഗിച്ച് ഉഴുതാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. മാത്രമല്ല കാലികളെ കൊണ്ട് ഉഴുതുമ്പോൾ ചാണകവും മൂത്രവും പാടത്ത് വീഴുകയും ചെയ്യും. ഇതൊരു വളവും കൂടിയായി മാറുന്നു. യന്ത്രങ്ങളാണെങ്കിൽ പാടത്ത് ഇന്ധനമാവും ബാക്കിയാവുക. അന്നൊക്കെ 1 രൂപ ദിവസക്കൂലിക്കാണ് പണിക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് 700 രൂപ വരെ കിട്ടും. ആവുന്ന കാലത്തോളം ഈ പണിയെടുത്ത് ജീവിക്കാനാണ് പവിത്രൻ്റെ താല്പര്യം. 10-35 വർഷമായി ഈ ഫീൽഡിൽ തന്നെ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വണ്ടിയും കാര്യങ്ങളെല്ലാം ആകുമ്പോൾ നിലം മുറിയുന്നില്ല. അപ്പോൾ ആത്മാർത്ഥമായി പണിയെടുക്കണമെങ്കിൽ പണ്ടേ പൂർവികന്മാരുണ്ടാക്കിയതാണ് ഈ കന്നുകൂട്ടൽ. അപ്പോൾ ഇന്നും അതുകൊണ്ട് ഞാൻ മുന്നോട്ട് തന്നെ പോകുന്നുണ്ട്. ടില്ലറും ട്രാക്ടറും വന്ന് എനിക്ക് ശേഷം പണിക്ക് വാദിച്ചാലും ഞാൻ സ്വന്തം ഇങ്ങനെ കൃഷിയെടുത്തിട്ട് സ്വന്തം കൃഷിക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് നിലം ഉഴുതിട്ട് തന്നെ കൃഷിയെടുക്കണം. അതിൻ്റെ നെല്ല് എനിക്ക് കിട്ടുന്നുണ്ട്. കേവലം ഒരു ഉഴവുകാരൻ മാത്രമല്ല ഇദ്ദേഹം. 6 ഏക്കറോളം സ്ഥലം പാട്ടത്തിനടുത്ത് നെൽകൃഷിയും ചെയ്തു വരുന്നുണ്ട്. ഒരു മകൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. മകളെ നല്ല നിലയിൽ കല്യാണം കഴിച്ചയച്ചു. ഇതെല്ലാം കാളകളും കലപ്പയും തന്നതാണെന്നാണ് പവിത്രൻ്റെ പക്ഷം. പവിത്രൻ കാളകളെ കൊണ്ട് നിലമുഴുമ്പോൾ
കാതടപ്പിക്കുന്ന ശബ്ദം കേൾക്കാനില്ല. പകരം പ്രകൃതി രമണീയമായ ഒരു ചിത്രം നമുക്ക് കാണുവാനുമാകും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. എരമം കടയക്കര മഖാമുറൂസിന് വ്യാഴാഴ്ച തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്ഘാടന യോഗത്തിൽ എം മുഹമ്മദ് അധ്യക്ഷനാകും. ഹംസ മിസ്ബാഹി ഓട്ടപ്പടവ് പ്രഭാഷണം നടത്തും. വെള്ളിയാഴ്ച പകൽ 2-ന് ഖത്തം ദുയയും പേരുൾ മക്ബറ സിയാറത്തും സയ്യിദ് ലിയാഉൽ മുസ്തഫ ഹമീദ് കോയ തങ്ങൾ നിർവഹിക്കും. രാത്രി 8-ന് അബ്ദുൽ ഖാദർ സഖാഫി ഉദ്ബോധനം നൽകും. 9-ന് ഉത്തരമേഖല ദഫ് മത്സരം അരങ്ങേറും. ശനിയാഴ്ച രാത്രി 8-ന് ജലാലിയ റാത്തിബിന് ജഹദ് സാദിഖ് തങ്ങൾ കുമ്പോല നേതൃത്വം നൽകും. ഞായറാഴ്ച രാവിലെ 10-ന് സൗഹൃദ സംഗമം, പകൽ 1-ന് അന്നദാനവും രാത്രി 7-ന് പൊതുസമ്മേളനവും നടക്കും. അമീർ ബാഖവി നീലഗിരി മുത്തലിബ് അസ്ലമി മുഖ്യപ്രഭാഷണം നടത്തും. രാത്രി 11-ന് കൂട്ടുപ്രാർത്ഥനയ്ക്ക് സയ്യിദ് മുഹമ്മദ് ഹുസൈൻ തങ്ങൾ നേതൃത്വം നൽകും. തിങ്കളാഴ്ച പകൽ 11-ന് മൗലീദ് പാരായണത്തോടെ ഉറൂസ് സമാപിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. കരിവള്ളൂർ പുത്തൂർ ബഡ്സ് സ്കൂളിലെ കുട്ടികളുടെ കരകൗശല പ്രദർശനം ശ്രദ്ധേയമാകുന്നു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്ക് ഇനി കരകൗശല വസ്തുക്കളുടെ നിർമ്മാണവും സ്വന്തം. പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് കരിവള്ളൂർ നെടുവപ്പുറത്തെ സുനിത രാജൻ ഈ കുട്ടികളെ ഇതിനായി പരിശീലിപ്പിക്കുന്നത്. എംബോസ് പെയിന്റിംഗ്, ഗ്ലാസ് പെയിന്റിംഗ്, പൂക്കളുടെ നിർമ്മാണം എന്നിവയിലാണ് കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത്. ഇവിടുത്തെ കുട്ടികളെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുകയാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഇതിനായാണ് ഒരു പരിശീലകയെ തന്നെ നിയോഗിച്ചത്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഏറെ പ്രയാസപ്പെട്ടാണെങ്കിലും കുട്ടികൾ ഇവ പഠിച്ചെടുക്കുന്നുണ്ടെന്നാണ് പരിശീലക സുനിത രാജൻ പറയുന്നത്. കുട്ടികളുടെ തൊഴിൽ പരിശീലനത്തിന്റെ ഭാഗമായിട്ട് ബഡ്സിൽ പഞ്ചായത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ബഡ്സിലേക്ക് ആദ്യമായിട്ട് വരുമ്പോൾ ഇവിടുത്തെ കുട്ടികളിൽ ഇങ്ങനെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല, വലിയൊരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ എത്തുമ്പോൾ എല്ലാ ഭൂരിഭാഗം എന്നാലും ഒരു 20-10 കുട്ടികളും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളെയാണ് കണ്ടത്. അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം പെയിന്റിങ്ങിലാണ്. നേരത്തെ ഇവിടുത്തെ കുട്ടികൾക്ക് കൈത്തറി നിർമ്മാണം, ചവിട്ടി നിർമ്മാണം എന്നിവയിലും പരിശീലനം നൽകിയിരുന്നു. ഇതുകൊണ്ട് തന്നെ പുത്തൂർ ബഡ്സ് സ്കൂൾ മറ്റ് ബഡ്സ് സ്കൂളുകൾക്ക് മാതൃകയാവുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഐശ്വര്യപൂർണമായ ജീവിതത്തിന്റെ പ്രതീക്ഷയുണർത്തി ഒരു വിഷു കൂടി കടന്നുപോയി. കണ്ണനെയും കർണികാരത്തെയും കണികണ്ടുണർന്ന് മലയാളികൾ വിഷു ആഘോഷിച്ചു. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം കൂടി വിലയിരുത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ടി വി രാജേഷ് MLA-യുടെ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള CD സ്വപ്നങ്ങൾ ചിറകുവിരിക്കുന്നു പ്രകാശനം പിലാത്രയിൽ നടന്നു. മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന കുത്തൂടിന്റെ നിർമ്മാണ വിദ്യ മറവിയിലേക്ക്. പുതുതലമുറയ്ക്ക് ഇതിന്റെ നിർമ്മാണ രീതി അറിയാത്തതും അറിയുന്ന പഴയ തലമുറയിൽപ്പെട്ടവർ ഇല്ലാത്തതുമാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. GD നായരുടെ AKG പുസ്തകത്തിന്റെ പ്രകാശനം ഗാന്ധി പാർക്കിൽ നടന്നു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.